അവസാനം ഐശ്വര്യ പറഞ്ഞ ആ ഒരു റിക്വസ്റ്റ് നമ്മൾ പാലിച്ചിട്ട് നമ്മൾ ഇന്ന് ഐശ്വര്യയുടെ നെയിം ഡിസൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ആൻഡ് ഈ ഐശ്വര്യ എന്ന് എഴുതുന്നത് ചെറിയ പണിയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഏകദേശം അരമണിക്കൂർ ഇതിൻ്റെ പിന്നാലെ ഇരുന്ന് ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു നെയിം ഡിസൈൻ ചെയ്യുന്നത് ഒരു പുതിയ മെത്തേഡിലൂടെയൊന്നുമല്ല, പഴയ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യാൻ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൊബൈൽ കേസിൽ ചെയ്തിട്ട് മൊത്തം പാളിപ്പോയതായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്തപ്പോൾ ഇതും അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചു. ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചു കൊളായി എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ സത്യം പറയാലോ, ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആവും പ്രതീക്ഷിച്ചില്ല. ഐശ്വര്യക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും. പക്ഷെ എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റെഡ്, ബ്ലാക്ക്, യെല്ലോ. ശരിക്കും ആ റെഡിലും യെല്ലോയിലും ഈ ബ്ലാക്ക് ഇങ്ങനെ റൈറ്റിങ്ങിന് എടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി നേരിട്ട് കാണാനായിട്ടാണെന്ന് എനിക്ക് തോന്നി. മറ്റേ നമ്മുടെ ആ ലീവ്സിൻ്റെ ടെക്സ്ചറിൽ കൂടെ നമ്മൾ ആ മാർക്കർ വെച്ചിട്ട് അങ്ങനെ വരയ്ക്കുമ്പോൾ ആ റൈറ്റിങ്ങിലും ആ ഒരു ടെക്സ്ചർ വരുന്നുണ്ട്. അത് ശരിക്കും വീഡിയോയിൽ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറയാലോ ഗൈസ്, ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറേ നേരം ഇതിൽ തന്നെ നോക്കി നിന്നു കേട്ടോ. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ടോ എന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.